അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിൽ 60 പറയുന്നത്, വകഅയ്യിൻ മിൻ ദാബത്തിൻ, ഈ ഭൂമിയിൽ എത്രയെത്ര ജീവജാലങ്ങളുണ്ട്, കരയിലും കടലിലും കാടുകളിലുമായിട്ട് എത്രയോ ജീവജാലങ്ങൾ. ലാ തഹ്മിലു റിസ്ഖഹ, അവർക്കുള്ള ഭക്ഷണം നിങ്ങളാണോ കൊടുക്കുന്നത്? എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? അള്ളാഹു ചോദിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ ആരാണ്? നിങ്ങളാണോ? അല്ല, മറിച്ച് അല്ലാഹു യർസുഖുഹ, അള്ളാഹുവാണ് അതിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വ ഇയ്യാക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണവും അള്ളാഹു തരും. വഹുവസ് സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അപ്പോൾ നമുക്കുള്ള ഭക്ഷണം അതാരാണ് നൽകുന്നത്? പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്ന അള്ളാഹു. അവിടെ വല്ല കുറവും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. എങ്കിൽ നമ്മുടെ റിസ്ക്കിൻ്റെ കാര്യത്തിലും അമിതമായ ടെൻഷൻ വേണ്ട. അധ്വാനിക്കണം, ജോലി ചെയ്യണം, കച്ചവടം ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതിൽ അമാന്തം കാണിക്കരുത്, അലസത കാണിക്കരുത്. എന്നാൽ റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക് സുമ്മ യകൂനു മുദ്ഗതൻ മിസ്ല ദാലിക് സുമ്മ യബ്അസുല്ലാഹു മലക്കൻ ഫയുഅ്മറു ബി 4 കലിമാത്തിൻ വയുഖാലു ലഹു ഉക്തുബ അമലഹു വറിസ്ഖഹു വഅജലഹു വശഖിയ്യുൻ ഔ സഈദ് സുമ്മ യുൻഫഖു ഫീഹി റൂഹ്. ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുട്ടി വളരുമ്പോൾ 4 മാസമായി കഴിഞ്ഞാൽ ആത്മാവ് ഊതുന്നതിന് മുമ്പ്, റൂഹ് ഊതുന്നതിന് മുമ്പ് ഒരു മലക്കിനെ പറഞ്ഞയച്ച് 4 കാര്യങ്ങൾ എഴുതി വെക്കപ്പെടുന്നുണ്ട്. ആ വ്യക്തി എത്ര കാലം ജീവിക്കും, അയാളുടെ ഉപജീവനം എന്തായിരിക്കും, സ്വർഗത്തിലാണോ നരകത്തിലാണോ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മുടെ ആത്മാവ് ഊതപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉപജീവനത്തിൻ്റെ കാര്യം അള്ളാഹു തർത്തീബാക്കിയിട്ടുണ്ട്. അത് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മിലേക്ക് വരും. അത് പൂർത്തീകരിക്കാതെ ഒരാളും മരിച്ചു പോവുകയില്ല. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന അഹദക്കും ലൻ യമൂത ഹത്താ യസ്തക്മില റിസ്ഖഹു, നിങ്ങളിൽ ഒരാളും തന്നെ തൻ്റെ ഉപജീവനം പൂർത്തീകരിക്കപ്പെടാതെ മരിച്ചു പോവുകയില്ല. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് എത്രയാണ് ഭക്ഷണം എന്നത് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ ഭക്ഷണം ഒക്കെ റബ്ബ് കണക്കാക്കിയിട്ടുണ്ട്. അമിതമായ ടെൻഷൻ, ഉത്കണ്ഠ ആ വിഷയത്തിൽ ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, അധ്വാനിക്കണമെന്ന് മാത്രം. അതിനപ്പുറത്ത് വലിയ ടെൻഷൻ അടിച്ച് ജീവിതത്തെ തന്നെ തകരാറിലാക്കി കളയുന്ന ആളുകൾ, അതൊരിക്കലും ശരിയല്ല.